എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇനി ശേഷിക്കുന്ന 9 ദിവസം നാം തിരഞ്ഞെടുപ്പിലേക്ക് എത്തും. എനിക്ക് സ്നേഹമുള്ള കേരളീയരോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അവർ ആരാണ്, അവരെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്തു, എന്തവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഓർത്തു വേണം നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഇവിടെ ഗുണ്ടായിത്തരവും നാട് നീളെ മയക്കുമരുന്ന് ശൃംഖലകളും, ഏത് സമയത്തും കയറി ചെന്നാൽ മദ്യഷാപ്പുകൾ, ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്ന മദ്യഷാപ്പുകളും എവിടം എന്തിനും കാട്ടിക്കൂട്ടാമെന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ സമാധാനമായി ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകില്ല. നാം ജനിച്ചത് ഇവിടെയാണ്, വളരേണ്ടത് ഇവിടെയാണ്, നമ്മൾ തൊഴിൽ ചെയ്യേണ്ടത് ഇവിടെയാണ്, നാം ജീവിക്കേണ്ടതും മരിക്കേണ്ടതും ഇവിടെ തന്നെയാണ്. നമുക്ക് വേണ്ടത് സമാധാനമാണ്. നമുക്ക് വേണ്ടത് നല്ലൊരു അന്തരീക്ഷത്തിൽ നാം ജീവിക്കണം, നമ്മുടെ കുട്ടികൾ ജീവിക്കണം, അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം. ഇവിടെ ഒരു ചിലവർക്ക് വേണ്ടി മാത്രം ആയിരിക്കരുത് നമ്മുടെ ഭരണസിരാകേന്ദ്രം ഉണ്ടാകേണ്ടത്. എല്ലാ പാവപ്പെട്ടവർക്കും ധനികർക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഒന്ന് കേരളത്തെക്കുറിച്ച് നോക്കിയാൽ, അഭ്യസ്ത വിദ്യരായ പലരും ഇന്നൊരു ചുമട്ടുതൊഴിലാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുമട്ടുതൊഴിലാളി, ആ ചുമടെടുക്കുന്നത് നാണക്കേടല്ല, എടുക്കണം. നമുക്ക് ഉപജീവനത്തിന് അതാണ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ സന്തോഷത്തോടെ അത് ചെയ്യണം. എന്നാൽ അതിൽ നിന്നും നാം എപ്പോഴും കുറച്ചുകൂടെ മികച്ച ഒരു നിലവാരത്തിൽ എത്തിച്ചേരാനും നാം ആഗ്രഹിക്കണം. ഇവിടെ ഒരു ചിലർക്ക് പാവം പിടിച്ചവനെ വേണം, കൂലിത്തല്ലുകാരനെ വേണം, ഒരിക്കലും മുകളിലോട്ട് വരാത്തവരെ വേണം. കാരണം അവരെ ഉപയോഗിച്ച് സമരം നടത്താനും, അവരെ ഉപയോഗിച്ച് എന്ത് കാട്ടാളത്തിന് നടത്താനും, അവരെന്തും പറഞ്ഞ് പറ്റിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എല്ലാ കോലാഹലങ്ങളും അവരെ നിർത്തി അതിലാരെങ്കിലും സ്വന്തം ആൾക്കാരെ തന്നെ മറ്റൊരുത്തനെ കൊലയാളിയാക്കുകയും വധിക്കപ്പെടുകയും ആ പേരിൽ രക്തസാക്ഷിത്വത്തിൻ്റെ കളർ കൊടുത്ത് വീണ്ടും വോട്ട് ബാങ്ക് ഉണ്ടാക്കി ജയിച്ച് വന്ന് മനുഷ്യനെ ഭരിക്കാൻ, ജനത്തെ ഭരിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർക്കെപ്പോഴും ഈ രക്തച്ചൊരിച്ചിലുടെയും കൊല്ലിൻ്റെയും കൊലയുടെയും ഒക്കെ കാര്യങ്ങളെ കാണും, അവർക്കതേ പറയാൻ പറ്റും. പാവം പിടിച്ച ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മൊത്തം ജീവിച്ച് അവൻ്റെ കയ്യും കാലും വിച്ഛേദിച്ചാലും അവനെ പണമാക്കി അവൻ്റെ പേരിൽ പിരിവെടുത്ത് വീണ്ടും സിംഹാസനങ്ങളിലിരുന്ന് മനുഷ്യനെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യുന്ന ആൾക്കാരെ ഇന്ന് നമുക്ക് കൂടുതലും പല കപട വസ്ത്രധാരികളും നമ്മുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുന്നു എന്നുകൂടി ഓർക്കുക. ഓരോ വ്യക്തികളും, ഞാൻ ഒരു പാർട്ടിയെ വ്യക്തമായി എടുത്ത് പറയുന്നില്ല, ഓരോ പാർട്ടിക്കും അവരുടേതായ ഒരു അടിസ്ഥാനമുണ്ട്. ഒരു ചില പാർട്ടിക്കാർ അവർ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേട്ടയാടാൻ നടക്കുന്നു, ഒരു ചിലർ തൊഴിലാളിയുടെ പേരിൽ വേട്ടയാടാൻ നടക്കുന്നു, മറ്റു ചിലർ മറ്റെന്തെങ്കിലും പേരും പറഞ്ഞ് വേട്ടയാടാൻ നടക്കുന്നു, വോട്ടിന് യാചിക്കുന്നു. ഇന്ന് എത്ര പേരാണ് കോടാനുകോടി രൂപകൾ മുടക്കി അവരുടെ പണം പബ്ലിക്കിൻ്റെ ഫണ്ടിൽ വച്ച് വോട്ടപേക്ഷിക്കുന്നത്? എന്ത് ഹുങ്കാണ് കാണിക്കുന്നത്? ഒരുത്തന്, സാധാരണപ്പെട്ട ഒരുത്തന് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസരമാണ് ഇപ്പോൾ നാട്ടിലുണ്ടായിരിക്കുന്നത്. എവിടെ നിന്നെങ്കിലും നാം ഒന്ന് വഴിതെറ്റിപ്പോയാൽ ശരിക്ക് വഴി പറഞ്ഞു കൊടുക്കാനോ
വഴി ഏതാണെന്ന് കേൾക്കാനോ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നത്. എന്തിനു വേണ്ട ക്രമസമാധാനം പാലിക്കുന്ന പോലീസുകാർ വരെ പരസ്യമായി പബ്ലിക് തല്ലുന്നു. അതിന് പാർട്ടിയുടെ സപ്പോർട്ടും. തെറ്റ് ചെയ്യുന്നവനെ ലോക്കപ്പിൽ കയറ്റിയാൽ, ജയിലിൽ കയറ്റിയാൽ, അത് കൂട്ടമായി പാർട്ടിക്കാർ വന്നവനെ ഇറക്കി കൊണ്ടുപോകുന്നു. അവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു പാലകന്മാരാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ശരിയായി ഉദ്യോഗം നടത്തുന്ന നിയമങ്ങൾ കയ്യിലെടുത്താൽ അവനൊന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇതുണ്ടാക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കുക. ഞാൻ ഒരു പാർട്ടിയും പേരെടുത്ത് പറയുന്നില്ല. ആർക്കാണ് വോട്ട് ചെയ്യണം, ആരാണ് എന്താണെന്ന് മനസ്സിലാക്കുക. മോഷണവും പിടിച്ചുപറിയും കള്ളുഷാപ്പ് വിതരണവും കള്ളുഷാപ്പിൻ്റെ ഉപയോഗം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ആൾക്കാരും ഇവിടെ കുറവില്ല. അവരും വരുന്നുണ്ട് കപട മുഖങ്ങൾ വെച്ച്. നമ്മളെല്ലാം ചെയ്യും, നമ്മളില്ലാതെ ആരുണ്ട്. അതും ഓരോ അവരുടെ വാക്കുകൾ, ഓരോ പ്രസ്താവനകൾ അതിശക്തിയായിരിക്കുന്നു. കോടികൾ കൊടുത്ത്, കോടികൾ സ്പെൻഡ് ചെയ്ത് ഒരു PR ടീമിനെ ഉണ്ടാക്കി അവരിൽ കൂടി മാത്രം ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന, അങ്ങനെ ശ്രമിച്ചിട്ടുള്ളവർ തന്നെയാണ് വീണ്ടും അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഇവരെ സൂക്ഷിക്കുക. ഇവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നാം നമ്മുടെ കിടപ്പാടം തന്നെ ഇളകി മറിയുന്ന ഒരവസ്ഥയായി. നേരം വെളുത്തിരിക്കുന്ന ഇവർക്ക് കടങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. എപ്പോൾ നോക്കിയാലും കടമെടുക്കുക, കടമെടുത്ത് കാര്യങ്ങൾ നടത്തുക. ഈ എടുക്കുന്ന കടങ്ങൾ ഇനി ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സെൻട്രൽ എന്തെങ്കിലും തുക അനുവദിച്ചാൽ ആ തുക ഏതിനു വേണ്ടി അനുവദിച്ചോ അതിനു വേണ്ടിയല്ല, അത് വഴി മാറ്റിവിടും. സെൻട്രൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ അത് എല്ലാ സ്റ്റേറ്റ്സിനും ഉള്ളതാണ്. സെൻട്രൽ കൊടുക്കുന്ന എല്ലാം സ്വന്തം ആ സ്റ്റേറ്റ് ഭരിക്കുന്നവരുടെ കോൺട്രിബ്യൂഷനാണെന്ന് പറഞ്ഞ് വിടുവായിത്തരം പറഞ്ഞ് നടക്കുന്ന കുറേ നേതാക്കന്മാർ. സങ്കടം തോന്നുന്നു. ഇനിയെങ്കിലും ഇവരൊന്ന് തിരിച്ചറിയുക. ഒരു 9 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ശരിക്കും ചിന്തിക്കുക. കുറേ ഫ്രണ്ടിൽ കുറേ ബഹളവും ഒച്ചപ്പാടും കുറച്ച് മൈക്ക് സെറ്റും കൊടിതോരണങ്ങളും കുറേ ബൈക്കിൻ്റെ ആരവവും കാട്ടിക്കൂട്ടി ഹാണും അടിച്ച് ഒച്ചപ്പാടും കാട്ടിയാൽ അത് വികസനമാകത്തില്ല. അരാജകത്വമാണ് ഇവിടെ നടക്കുന്നത്. സ്വസ്ഥതയില്ല. ഇനിയിപ്പോൾ ഈ കൊട്ടിക്കലാശം എന്നും പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന കുറച്ച് മൈക്ക് സെറ്റും ബഹളവും ഒച്ചപ്പാടും കൈകുപ്പികൾ, ഇവരുടെയൊക്കെ ആ വോട്ട് വാങ്ങാനുള്ള ടെക്നിക്ക് സങ്കടം തോന്നും. അവർ ആ വിഡിച്ചിരികളും ഓരോ ഡാൻസും ബഹളവും കൂത്താട്ടവും ഒക്കെ വിഷമം തോന്നുന്നു കാണുമ്പോൾ. ഇതിൽ തന്നെ ഞാൻ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വലിയ ഉദ്യോഗതലത്തിലിരിക്കുന്നവർ കാട്ടിക്കുന്ന ചില കോലാഹലങ്ങൾ, അവരെ പീഡിപ്പിക്കാൻ വന്ന കഥകൾ, അവരെ ശ്രമിച്ച കഥകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാണക്കേട് തോന്നുന്നു. ഒരിക്കലും അതൊക്കെ പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങളല്ല. പറയേണ്ട സമയത്ത് അവർ പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് അവർക്ക് പ്രതികരിക്കേണ്ട സമയം വന്നത്. അതും ഒരു നല്ല ഉയർന്ന പൊസിഷനിലിരുന്നവർ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അത് വാസ്തവമാണെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ഏതെല്ലാം രീതിയിലാണ് അനുഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പറ്റും. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഓർക്കുക, ചിന്തിക്കുക. 3 വട്ടോ 100 വട്ടം ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ വോട്ട് അർഹിക്കുന്നവരിലേക്ക് എത്തുക. ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക. അതുമാത്രമേ ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.